നഗ്ന ശരീരത്തിൽ ഭസ്മം പൂശി കയ്യിൽ മൂർച്ചയേറിയ വാളുകളുമായി ബ്രിട്ടീഷ് പടയെ വിറപ്പിച്ച സന്യാസിമാർ. മനഃപൂർവമോ അല്ലാതെയോ അധികമൊന്നും ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരു മഹത്തായ സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ കഥ. ഇത് വെറുമൊരു ചരിത്രമല്ല, ഭാരതത്തിന്റെ ആത്മാവ് തൊട്ടുവിളിക്കുന്ന പോരാട്ടത്തിന്റെ ചോരയൊഴുകുന്ന അധ്യായമാണ്. ആകാശത്തെ പിടിച്ചുലയ്ക്കുന്ന ഹരഹര മഹാദേവ് വിളികൾക്കിടയിൽ ഭസ്മം പൂശിയ ഉടലും കത്തുന്ന കണ്ണുകളും കയ്യിൽ മിന്നുന്ന വാളുകളുമായി കാലഭൈരവന്മാരെ പോലെ ഇരച്ചു കയറിയ ഒരു പടക്കൂട്ടം ഉണ്ടായിരുന്നു ഇവിടെ. ഹിമാലയത്തിന്റെ മഞ്ഞുമലകളിൽ തപസിരുന്നവർ മാതൃഭൂമിക്ക് വേണ്ടി രക്തരൂക്ഷിതമായ പോരാട്ടം നടത്തി കാലഭൈരവന്മാരായി മാറിയ ചരിത്രം. വെള്ളക്കാരന്റെ തോക്കിൻ കുഴലുകളെ നഗ്നമായ നെഞ്ചുകൊണ്ട് നേരിട്ട ഭാരതത്തിന്റെ കാവൽ പുത്രന്മാർ. 18-ാം നൂറ്റാണ്ടിന്റെ അവസാന പാദങ്ങൾ ഭാരതത്തെ വിഴുങ്ങാൻ വന്ന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അഹങ്കാരം വാനോളം ഉയർന്ന കാലം. ബംഗാളിന്റെ മണ്ണ് പട്ടിണി കൊണ്ട് നരകിച്ചു. ലക്ഷക്കണക്കിന് മനുഷ്യർ തെരുവുകളിൽ മരിച്ചു വീഴുമ്പോഴും അന്നത്തെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ് പുണ്യയാത്രകൾക്ക് പോലും നികുതി ഏർപ്പെടുത്തിക്കൊണ്ട് വിശ്വാസികളെ വെല്ലുവിളിച്ചു. അവിടെയാണ് ആ അഗ്നി പടർന്നത്. ജഗന്നാഥപുരി മുതൽ കാശി വരെയും കാശി മുതൽ രാമേശ്വരം വരെയും വ്യാപിച്ചു കിടക്കുന്ന നാഗാ സന്യാസിമാരുടെ അഗാധകളിൽ യുദ്ധകാഹളം മുഴങ്ങി. തപസുപേക്ഷിച്ച് അവർ ആയുധമെടുത്തു. അത് ഭാരതത്തിന്റെ മണ്ണിൽ വെള്ളക്കാരനെതിരെ ഉയർന്ന ആദ്യത്തെ വൻ മതിലായിരുന്നു. നാഗാ സന്യാസിമാർ യുദ്ധത്തിനിറങ്ങിയാൽ പിന്നെ ഒരു തിരിച്ചുപോക്കില്ല. അവർക്ക് മരണം ഒരു ഉത്സവമായിരുന്നു. വനങ്ങളുടെ മറവിൽ നിന്ന് കാറ്റുപോലെ അവർ വന്നു. മിന്നൽ പോലെ അവർ പ്രഹരിച്ചു. ആധുനിക പീരങ്കികളും തോക്കുകളുമായി വന്ന ബ്രിട്ടീഷ് സൈന്യത്തെ വെറും വാളും കുന്തവും കൊണ്ട് അവർ പിച്ചിച്ചീന്തി. ഗറില്ല യുദ്ധമുറയുടെ അവസാന വാക്കായിരുന്നു നാഗാ സന്യാസിമാർ. പകലന്തിയോളം കൊടും വനത്തിനുള്ളിൽ തപസ് ചെയ്യും. രാത്രിയിൽ കാലനെ പോലെ ശത്രുപാളയത്തിൽ പ്രത്യക്ഷപ്പെടും. ക്യാപ്റ്റൻ തോമസ് അടക്കമുള്ള പ്രഗത്ഭരായ ബ്രിട്ടീഷ് കമാൻഡർമാരെ ഈ സന്യാസി പട വെട്ടിനിരത്തിയത് ചരിത്രത്തിന്റെ മായാത്ത മുദ്രയാണ്. തങ്ങൾക്ക് പിടിതരാത്ത വെടിയുണ്ടകളെ ഭയക്കാത്ത ഈ നാഗന്മാരായ യോദ്ധാക്കൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഉറക്കം കെടുത്തി. ഒരു യഥാർത്ഥ നാഗാ സന്യാസിയുടെ വീര്യം 10 ഇംഗ്ലീഷ് പട്ടാളക്കാർക്ക് തുല്യമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഭാരതത്തിന്റെ സംസ്കാരത്തെയും ആത്മീയതയെയും തകർക്കാൻ ശ്രമിച്ചവർ ആ ആത്മീയതയ്ക്ക് മുന്നിൽ അടിപതറി. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന വിഖ്യാത നോവലിനും നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരത്തിനും പ്രചോദനമായത് ഈ ധീരസന്യാസിമാരുടെ ചോര വീണ പോരാട്ടങ്ങളാണ്. ഇന്ന് നാം ശ്വസിക്കുന്ന ഈ സ്വതന്ത്രവായുവിൽ ആ ധീരന്മാരുടെ വിയർപ്പിന്റെയും രക്തത്തിന്റെയും ഗന്ധമുണ്ട്. ചരിത്രം മറന്നുപോയ ആ ത്യാഗങ്ങളെ നാം ഓർത്തെടുക്കണം. അവർ പോരാടിയത് അവർക്ക് വേണ്ടിയല്ല, മറിച്ച് വരാനിരിക്കുന്ന തലമുറകൾക്ക് വേണ്ടിയാണ്. അധർമ്മത്തിനെതിരെ വാളോങ്ങാൻ ഓരോ ഭാരതീയനെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഹിമാലയത്തിന്റെ താഴ്വരകളിൽ ആ ശംഖനാദം മുഴങ്ങുന്നുണ്ട്. ആ വീരസന്യാസിമാർക്ക്, ഭാരതത്തിന്റെ അഗ്നിപുത്രന്മാരായ ആ നാഗാ യോദ്ധാക്കൾക്ക് ശതകോടി പ്രണാമം.